ഹലോ ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചെറിയൊരു ഇഫ്താർ പാർട്ടി നടത്താമെന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങണം. അപ്പോൾ വാങ്ങാൻ വേണ്ടി പോകുന്നതാണ്. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് കടയിലെത്തി നമ്മൾ വേണ്ടുന്ന ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി. അപ്പോൾ ഇന്ന് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചത് ബത്തക്കയാണ്. അപ്പോൾ ഞാൻ വേഗം ബത്തക്കയിലും ചെറുതായി കട്ടാക്കിയിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ എടുക്കുന്ന സമയം നമുക്ക് നല്ലോണം തണുക്കുമല്ലോ. പിന്നെ കുറച്ച് മുന്തിരിങ്ങയും ഓറഞ്ചെല്ലാം വാങ്ങിയിട്ടുണ്ട്. പിന്നെ മുന്തിരിങ്ങ വേഗം ഇതുപോലെ ഉപ്പും മഞ്ഞളിട്ട് വെള്ളത്തിലവിടെ പുതിർത്തി വെച്ചിട്ടുണ്ട്. ഇസ്ലാമിക വിശ്വാസപ്രകാരം ഏറ്റവും പുണ്യവും ഭയഭക്തി നിർഭരവും ആത്മീയമായ മാസമാണിത്. നമ്മളെല്ലാ കൊല്ലവും നോമ്പ് തുറക്കലും ഇങ്ങനെ വീട്ടിൽ സെറ്റ് ചെയ്യലുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചെറുതിലെല്ലാം ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പുറം ഇപ്പുറം നമ്മളൊരു ഫാമിലി പോലെ ഒന്ന് നെയ്ബേഴ്സിൻ്റെ എടുക്കുക, അങ്ങനെ അവരെല്ലാം ഉണ്ടാക്കിയിട്ട് കൊണ്ടുതരും, നമ്മൾ അവിടെ നിന്ന് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയാണ് ഞാൻ എല്ലാ സ്നാക്സ് ഉണ്ടാക്കാനെല്ലാം പഠിച്ചത്. അപ്പോൾ ഇന്ന് മധുരമായിട്ട് ഉണ്ടാക്കുന്നത് ഉന്നക്കായാണ്. ഉന്നക്കായൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി എൻ്റെ ചാനലിൽ ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ ആക്കുന്നുള്ളൂ, അതുകൊണ്ട് 2 പഴം മാത്രമേ എടുത്തിട്ടുള്ളൂ. എന്നിട്ട് പിന്നെ 3 മുട്ടയും കൂടി എടുത്ത് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഏലക്ക പൊടിച്ചതും കൂടി ഇട്ടിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് ഗീ ഒഴിച്ച് റേസിൻസും കാഷ്യൂസും കൂടി ഇട്ട് ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ആ സെയിം പാനിൽ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ച ആ മുട്ടയും കൂടി ഇട്ടിട്ട് ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുന്നുണ്ട്. ഫില്ലിങ്സ് സെറ്റായി അതൊന്ന് തണിയാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഗ്യാപ്പിന് നമ്മൾ നേരത്തെ പുഴുങ്ങി മാറ്റി വെച്ച പഴം എടുത്തിട്ട് ഇതുപോലെ നടുക്കുള്ള ബ്ലാക്ക് നാരെല്ലാം കളഞ്ഞതിന് ശേഷം ഒന്ന് നല്ലോണം ഉടച്ചെടുത്തിട്ട് നമുക്ക് ഇതുപോലെ റൗണ്ടാക്കി പരത്തിയിട്ട് ഫില്ലിങ് അതിൽ വെച്ചിട്ട് കായയുടെ ഷേപ്പിൽ ഉരുട്ടി എടുക്കാം. നമ്മളാകെ അത്ര ആളുള്ളതുകൊണ്ട് ഞാൻ കുറച്ചേ ആക്കുന്നുള്ളൂ, ഒരു 6 ഉന്നക്കായ് മാത്രമേ ആക്കിയിട്ടുള്ളൂ. അങ്ങനെ അതെല്ലാം ഉരുട്ടി എടുത്തതിന് ശേഷം ഞാനതൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. വൈകുന്നേരം നോമ്പ് തുറക്കാനാകുന്ന സമയത്ത് മാത്രമല്ലേ പൊരിക്കൂ, അതുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ആക്കി വെച്ചിട്ട് ഞാൻ വേഗം ഫ്രിഡ്ജിൽ വെക്കും. ഇതിന് അതാടെ ഇരുന്ന് സെറ്റാകട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മാറ്റി വെക്കുകയാണ് ചെയ്തത്. പൊരിക്കാൻ നോക്കുമ്പോൾ ഒരു അരമണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചാൽ മതിയല്ലോ. പിന്നെ അതിന് ശേഷം അമ്മ ചക്കരക്കല്ല് പോയിട്ട് ബീഫും ചിക്കനെല്ലാം വാങ്ങിക്കൊണ്ടുവന്നതിന് പിന്നെ വേഗം കഴുകി വൃത്തിയാക്കി. പിന്നെ ഞാൻ കട്ട്ലേറ്റും സമൂസയും ആക്കാന്നാന്ന് വിചാരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞളെല്ലാം ഇട്ടിട്ട് ചിക്കൻ വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ചിക്കൻ ആടുന്ന് വേവുന്ന സമയം കൊണ്ട് ഞാൻ നെക്സ്റ്റ് ഇനി കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ട് അതെല്ലാം പീൽ ചെയ്ത് കഴുകിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് കുക്കറിലേക്ക് വേവിക്കാൻ വെച്ചിന്. ആ സമയം കൊണ്ട് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. പിന്നെ മിക്സീൻ്റെ ജാർ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചി എല്ലാം കൂടെ മുറിച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേഗം ഉള്ളിയെല്ലാം കട്ട് ചെയ്ത് പാനിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ അതൊരു ട്രാൻസ്പെറൻ്റ് ആയി വരുമ്പോഴത്തേക്ക് ഞാൻ പിന്നെ നേരത്തെ വേവിച്ച് മാറ്റി വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഈ ഫില്ലിങ് ഞാൻ സമൂസയാക്കാനും പിന്നെ കട്ട്ലേറ്റിനും എടുക്കുന്നത്, അതുകൊണ്ട് കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ചൂടാക്കിയിട്ടൊന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്, ബ്രെഡ് ക്രംസ് കട്ട്ലേറ്റിന് വേണ്ടിയിട്ട്. അങ്ങനെ അതും കൂടി അവിടെ റെഡിയാക്കി വെച്ച് അതിന് ശേഷം നമ്മളെ ഉരുളക്കിഴങ്ങെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനൊരു പാത്രം എടുത്ത് അതെല്ലാം കൂടി അതിലിട്ടിട്ട് ഒന്ന് ഉടച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ റെഡിയാക്കിയ മസാലയിൽ നിന്ന് പകുതി ഭാഗത്തോളം ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുന്നുണ്ട്. കുപ്പീൻ്റെ മൂടിയിൽ വെച്ചിട്ട് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. പിന്നെ മുട്ടേൻ്റെ മിക്സിലും ബ്രെഡ് ക്രംസിലെല്ലാം മുക്കി ഒരു പാത്രത്തിലാക്കിയിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നമുക്ക് പൊരിക്കാനാകുമ്പോഴത്തേക്ക് അത് റെഡിയാവുമല്ലോ. അപ്പോൾ ഏകദേശം സമയം ഉച്ചയായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അമ്മയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അമ്മേൻ്റെ വക സ്പെഷ്യലായിട്ട് നമ്മളെ കുഞ്ഞിപ്പത്തിരി കക്കറോട്ടി എന്നെല്ലാം പറയുന്ന സാധനമാണ്. ബീഫിൻ്റെ കുഞ്ഞിപ്പത്തിരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതുപോലെ കുഞ്ഞി പത്തൽ ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ അമ്മേനെ ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച്. എത്രത്തോളം ചെറുതാകുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ട്. സാധാരണ ബീഫ് കറി ആക്കുന്ന പോലെ ആക്കുക. എന്നിട്ട് അതിലേക്ക് തേങ്ങയും പെരുംജീരകവും കൂടെ അരച്ച് ഒഴിക്കണം. നല്ല തിക്കായിട്ട് തന്നെ ഉണ്ടാകണം, എന്നാലേ ഈ കുഞ്ഞിപ്പത്തിരിയിൽ അത് പിടിക്കൂ. അപ്പോൾ അതെല്ലാം കൂടെ അമ്മ അവിടെ നിന്ന് ഇങ്ങനെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ ഒരു 20 മിനിറ്റ് വെച്ചിട്ട് ആ പത്തിരി ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടെ മിക്സാക്കി. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് ക്യാരറ്റ് പോളയാണ്. ഇങ്ങനെ ക്യാരറ്റ് പോളയും സെറ്റായിട്ടുണ്ട്. ഇതെല്ലാം റെഡിയാകുമ്പോഴത്തേക്ക് ഏകദേശം സന്ധ്യ ആകാനായിന്. പിന്നെ വേഗം സമൂസ ഉണ്ടാക്കാൻ നോക്കി. ചിപ്സിൻ്റെ സമൂസ ഷീറ്റ് വെച്ചിട്ടാണ് സമൂസ ഉണ്ടാക്കുന്നത്. അങ്ങനെ വേഗം തിരക്കിട്ട് ഫില്ല് ചെയ്ത് എടുക്കുന്നതാണ്. ഞാനിപ്പോൾ ഉണ്ടാക്കിയ എല്ലാ സാധനത്തിൻ്റെ റെസിപ്പീസും വേണമെങ്കിൽ എൻ്റെ ചാനലിൽ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഷോർട്സ് ആയിട്ടും ലോങ് വീഡിയോ ആയിട്ടെല്ലാം. അപ്പോൾ വേണ്ടുന്നവർക്ക് ഇത് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം പിന്നെ വേഗം സമൂസയിൽ ഇതാ റെഡിയാക്കി. പിന്നെ എനിക്ക് ബാക്കി നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച സാധനമല്ലേ അതെല്ലാം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ ഓരോന്നായിട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചത് ഉന്നക്കായല്ലേ, അപ്പോൾ അത് വേഗം എടുത്തിട്ട് പൊരിക്കാൻ നിന്ന്. അങ്ങനെ ഉന്നക്കായെല്ലാം പൊരിച്ച് സെറ്റാക്കി. പിന്നെ വയ്യന്നെ സമൂസയും പൊരിച്ച് അതിൻ്റെ വയ്യന്നെ ഇതാ കട്ട്ലറ്റും കൂടെ പൊരിച്ച് സെറ്റാക്കി. പിന്നെ നേരത്തെ വാങ്ങിയ ഫ്രൂട്ട്സ് എല്ലാം അമ്മ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ടായിന്. പിന്നെ ഇതുപോലെ ഓറഞ്ച് എല്ലാം കൂടെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിന്.
അപ്പോൾ ഗൈസ് ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇഫ്താർ വ്ളോഗ്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും റമദാൻ മുബാറക്. അപ്പോൾ അത്രയെല്ലാം ടാറ്റ ബൈ ബൈ, സീ യു.